ജിദ്ദ, മദീന, തബൂക്ക്, അറാർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇന്നലെ ശക്തമായ മഴ ലഭിച്ചത്. രാവിലെ തുടങ്ങിയ കനത്ത മഴ ഉച്ചവരെ നീണ്ടുനിന്നു. ജിദ്ദയിൽ അബുഹൂർ, ബഹറ, ബവാദി, അൽഹംറ, സനായിയ, ഷറഫിയ, ബലദ് ഭാഗങ്ങളിൽ മഴ ശക്തമായിരുന്നു. 2009 വെള്ളപ്പൊക്കത്തിന് കാരണമായ പേമാരിക്ക് ശേഷം ജിദ്ദയിൽ ഇത്തരം ശക്തമായ മഴ ലഭിക്കുന്നത് ആദ്യമായാണ്. 22 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ അധികൃതരുടെ കണക്ക്. പല റോഡുകളിലും താഴ്വരകളിലും വെള്ളം കയറി റോഡ് ഗതാഗതം താറുമാറായി. റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ധാരാളം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. രാവിലെ ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ട പലരും രാത്രി വളരെ വൈകിയാണ് താമസ സ്ഥലത്തെത്തിയത്. ജിദ്ദയിലെ ഫൈസലിയയിൽ ഷോക്കടിച്ച ഒരു സ്വദേശി പൗരനും കുട്ടിയും മരിച്ചു. പ്രദേശത്ത് വെള്ളം കയറിയ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം. ബഹ്റയിൽ ഒഴുക്കിൽപ്പെട്ട് മറ്റൊരു കുട്ടിയും മരിച്ചു. മദീനയിൽ വിവിധ ഭാഗങ്ങളിൽ വീടിനുള്ളിലും വാഹനത്തിലും കുടുങ്ങിയ 45ഓളം പേരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി. മദീനയ്ക്ക് പടിഞ്ഞാറ് 40 കിലോമീറ്റർ ദൂരെ അൽജഫർ ഗ്രാമത്തിൽ ഒഴുക്കിൽപ്പെട്ട 3 പേർ മരിച്ചു. യാംബുവിൽ ഒഴുക്കിൽപ്പെട്ട് 9ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളും മരിച്ചു. മക്കയിലും സാമാന്യം നല്ല മഴ ലഭിച്ചു. രാജ്യത്തെ പടിഞ്ഞാറൻ മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നതോടെ സിവിൽ ഡിഫൻസ്, ട്രാഫിക്, പോലീസ്, മുനിസിപ്പാലിറ്റി, ആരോഗ്യം, ദുരന്ത നിവാരണ കേന്ദ്രം തുടങ്ങിയവയ്ക്ക് കീഴിൽ ആവശ്യമായ മുൻകരുതലുകളെടുത്തിരുന്നു. മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ അധികൃതർ അവധി പ്രഖ്യാപിച്ചിരുന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നില്ല. മക്ക മേഖല അമീർ ഖാലിദ് അൽ ഫൈസൽ ഇന്നലെ ജിദ്ദയിലെ മഴക്കെടുതികൾ വിലയിരുത്തി. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നതിനാൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകട സാധ്യത ഉള്ളതുമായ സ്ഥലങ്ങളിൽ നിന്നും അകന്നു കഴിയണമെന്നും അത്യാവശ്യങ്ങൾക്കല്ലാതെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നും സൗദി സിവിൽ ഡിഫൻസ് രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.